പലരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കള്ളം പറയാറുണ്ട്. എന്താണ് ആ കള്ളം എന്നല്ലേ? അതായത് എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും നിലവിലില്ല, അല്ലെങ്കിൽ എനിക്ക് യാതൊരു സർജറികളും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കും കള്ളം. ചിലപ്പോൾ പ്രീമിയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇതിന് നിർബന്ധിതരാവുന്നത്. പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ്, അതായത് ഇതായി റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം ഹൈഡ് ചെയ്തു, അതായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലെയിം കിട്ടില്ല, റിജക്റ്റ് ആവും. എന്താ കാരണം എന്നല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട്, ഹേർട്ടിന് എന്തെങ്കിലും അസുഖം വന്നിട്ട് നിങ്ങൾ പോയി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്. അപ്പോൾ ഒന്നുകിൽ മേ ബി ഹൈ BP യോ അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും ഹാർട്ടിന് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറച്ചു വെച്ചിട്ടാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയഗ്നോസ് ചെയ്യണ സമയത്ത് ഡോക്ടർ ഡീറ്റെയിൽസ് ചോദിക്കും, മുന്നത്തെ ഹിസ്റ്ററി ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഈ പേഴ്സൺ ഇന്ന കാലത്ത് ഇന്നത് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡോക്ടറുടെ അടുത്ത് എന്തായാലും നുണ പറയാൻ പറ്റില്ല. ഡോക്ടർ അതേ റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ആ ക്ലെയിം റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം പ്രീമിയത്തിന് വന്നാലോ എന്ന് വിചാരിച്ച് ഒരിക്കലും നുണ പറയാതിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ രൂപയും നിങ്ങളുടെയാണ്, നിങ്ങളാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതൊരു ക്ലെയിം കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നഷ്ടം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഡോക്ടറോടും വക്കീലിനോടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും നുണ പറയാതിരിക്കുക. അത്രയേ ഉള്ളൂ.